ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ മലയാളികളുടെ സദ്യയിലെ ഏറ്റവും പ്രധാന വിഭവമായ അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ അരിയുടെ അട എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് തേങ്ങ തിരികിയത്, തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് 1/2 കിലോ ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചതാണിത്. ഇത് നെയ്യ്, അത് അട വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് ചവരി, അതായത് സാഗോ സീഡ്സ് അല്ലെങ്കിൽ സാബുദാന എന്ന് പറയുന്നു. പിന്നെ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിൻ്റെ ഫ്ലേവറൊക്കെ. ഇത് നമ്മുടെ ചുക്കുപൊടി, അതായത് ഡ്രൈ ജിഞ്ചർ പൗഡർ 1/2 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് ഇതിൽ ചേർക്കാനായിട്ട് 1 ടീസ്പൂൺ കാർഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടിയും കൂടി വേണം. പിന്നെ വേണ്ടുന്ന 2 സാധനങ്ങൾ നമുക്ക് അവസാനം നെയ്യിൽ വറുത്ത് ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. അട വലിയ പീസാണെങ്കിൽ നമ്മളത് കൈവച്ച് ഒടിച്ചിട്ട് ചെറിയ പീസാക്കി ഇടുക കേട്ടോ. ഇത് ഞാൻ തേങ്ങ തിരികിയതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് വെച്ച 1-ാം പാലാണിത്. അതിനുശേഷം അതേ തേങ്ങ അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് വെച്ച 2-ാം പാല്. പിന്നെ നമുക്ക് 1 ഗ്ലാസ് പശുവിൻ പാലും കൂടി വേണം, കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട്. അട തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഉപയോഗിച്ച അടയുടെയാണ്. ഓരോരുത്തരും ഉപയോഗിക്കുന്ന അടയുടെ ബ്രാൻഡ് അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരും സമയം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ മുറിഞ്ഞ് വരണം, ഇതുപോലെ സോഫ്റ്റായിട്ട് വരണം ഇത്. അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് അത് ഊറ്റിക്കളയുക. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പശപ്പ് കാണും, ഒരു സ്റ്റിക്നെസ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാബുദാന അല്ലെങ്കിൽ സാഗോ സീഡ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം, അതുവരെ നമ്മൾ വേവിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പായസം കഴിക്കുമ്പോൾ അതിലിങ്ങനെ കഷ്ണം പോലെ കടിക്കും അത്. ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഞാൻ 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം, അല്ലെ കുറച്ച് കുറവ് ഒഴിക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഈ നെയ്യ് ചൂടായതിന് ശേഷം അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നെയ്യിലിട്ട് വഴറ്റിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ നെയ്യുടെ മണമൊക്കെ ഇതിൽ പിടിക്കാനാണ്. അതിനുശേഷം നമുക്ക് ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊരു തിക്കാവണം പായസം. ആ ശർക്കര പാനി ഒഴിച്ചിട്ട് ഈ പായസം ഒന്ന് തിക്കാവണം, അതായത് ഒന്ന് കട്ടിയായി ആവുന്നത് വരെ നമ്മളിത് ഇളക്കുക. കട്ടിയായതിനു ശേഷം നമ്മൾ തേങ്ങയുടെ 2-ാം പാൽ ചേർത്തിട്ട് ഇളക്കിയിട്ട് ഈ 2-ാം പാൽ ചേർത്തതിന് ശേഷവും അതൊന്ന് കുറുകി വരണം കേട്ടോ. പായസം കുറുകി വന്നതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെയും ഒന്നും കൂടി ഒന്ന് കുറുകുമ്പോൾ നമ്മൾ ആ പശുവിൻ പാൽ ചേർത്തിട്ട് ഇളക്കുക. പശുവിൻ പാൽ ചേർത്തിട്ട് ഇളക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇല്ലേ, അതായത് ഏലക്കാപ്പൊടി, പിന്നെ നമ്മുടെ ചുക്കുപൊടി ചേർക്കണം ഇതിൽ. അതിനുശേഷം നമ്മുടെ ജീരകം പൊടിച്ചത്, ഇത് 3ഉം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് 3ഉം ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്താൽ അതിൻ്റെ മധുരം നല്ല ബാലൻസ് ആവും. അതൊന്ന് കട്ടിയാകുമ്പോൾ നമ്മൾ അവസാനം തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് വറക്കുക. അണ്ടിപ്പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന കിസ്മിസ് ഇല്ലേ, കിസ്മിസ് ഇതിൽ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചേർത്താൽ മതി, സെപ്പറേറ്റ് വറക്കണമെന്നില്ല. ഇതിൽ ചേർത്ത് ആ കിസ്മിസ് ഒന്ന് വീർത്ത് വരുന്നത് വരെ വറക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പായസത്തിലോട്ട് ചേർക്കുക.
ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രഥമൻ റെഡി.